നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചതിൽ കണ്ണൂർ CPM-ൽ ഭിന്നത ഉടലെടുക്കുന്നു. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ദിവ്യയ്ക്ക് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കൊടുത്തത്. കണ്ണൂർ ജില്ല വിട്ടുപോകുന്നതിന് തടസ്സമില്ലെന്നും ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാമെന്നും ഇളവുകളിൽ പറയുന്നുണ്ട്. തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയ്ക്കും ഇളവ് നൽകിയിട്ടുണ്ട്. ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരായാൽ മതി. ഇതോടെ ദിവ്യ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വീണ്ടും തിരിയുകയാണ് ചെയ്യുക. ഇതോടെ സ്വാഭാവികമായും ദിവ്യയ്ക്ക് പാർട്ടിയുമായുള്ള എല്ലാ അസ്വാരസ്യങ്ങൾക്കും അതൃപ്തിക്കും ഒരു പരിധിവരെ തടയിടാനും സാധിക്കും. ദിവ്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിന് ഇതിൽ അതൃപ്തി ഉണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് ദിവ്യയ്ക്ക് എതിരെ തിരിയുന്നത്. ദിവ്യയെ ഒതുക്കുക എന്നത് MV ഗോവിന്ദന്റെയും കുടുംബത്തിന്റെയും ആവശ്യമായിരുന്നു. കാരണം കണ്ണൂരിൽ PK ശ്രീമതിക്കും KK ശൈലജയ്ക്കും ശേഷം ഭാര്യ PK ശ്യാമളയെ എത്തിക്കാനായിരുന്നു നീക്കം. എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാണ് PP ദിവ്യ P ശശിയുടെ അനുഗ്രഹാശിസുകളോടെ ഉയർന്നു വന്നത്. അതിനെ ഇല്ലാതെയാക്കാൻ കിട്ടിയ അവസരമാണ് അവർ ഉപയോഗിച്ചത്. പൊതുസമൂഹത്തിന് മുന്നിൽ PK ശ്യാമളയെ ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ച ദിവസം തന്നെ അവിടേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അത് ഗോവിന്ദന്റെ തന്ത്രമായിരുന്നു, PK ശ്യാമളയുടെ ആവശ്യവുമായിരുന്നു. കാരണം ഈ ഊരാക്കുടുക്കിലേക്ക് ദിവ്യയെ വലിച്ചിഴക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്ന് ദിവ്യയ്ക്ക് തോന്നരുത് എന്നത് തന്നെയായിരുന്നു ആവശ്യം. ഒരേ സമയം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെയും PP ദിവ്യയുടെയും കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ വിവരം ദിവ്യയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ കണ്ണൂർ CPM-ൽ ചേരിതിരിഞ്ഞ് അടിപൊട്ടാനുള്ള സാധ്യതയുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സത്യത്തിൽ MV ഗോവിന്ദന് നേർക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. ദിവ്യ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് MV ജയരാജൻ പറഞ്ഞത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBI അന്വേഷിക്കണമെന്ന ഹർജിയിലൂടെ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നതെന്നാണ് CPM ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ പറഞ്ഞത്. കൊന്നു കെട്ടിത്തൂക്കി എന്നാണ് ഹർജിക്കാരിയുടെ വാദം. അതിനർത്ഥം ദിവ്യക്കെതിരായ ആരോപണം നിലനിൽക്കില്ലെന്നാണ്. നിലവിൽ മികച്ച അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ എന്നതിൽ സത്യം ഞങ്ങൾക്കറിയില്ലെന്നും ജയരാജൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ദിവ്യയെ പൂർണ്ണമായും ഇതിൽ നിന്ന് ഊരിയെടുക്കാനുള്ള ശ്രമം പാർട്ടി നടത്തുമെന്ന് വ്യക്തം. ഗോവിന്ദൻ ശക്തി പ്രാപിക്കാനുള്ള സകല ശ്രമവും P ശശിയും പിണറായിയും ചേർന്ന് നടത്തുമെന്ന് 100% ഉറപ്പുമാണ്. പിണറായിക്ക് ശശിയെയും മരുമകനെയും അഴിക്കാനാണ് ഇഷ്ടം. ഗോവിന്ദൻ അത് ഉടയ്ക്കാനും തനിക്ക് മീതെ വളരാനുമുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആള് തന്നെയാണ് പിണറായി. എന്തായാലും ഗോവിന്ദന്റെയും കുടുംബത്തിന്റെയും സർവാധിപത്യം നടത്താതിരിക്കാൻ പിണറായിയുടെ അനുഗ്രഹാശിസുകളോടെ ശശിയുടെ സമ്മതത്തോടെ ദിവ്യയെ വാഴിക്കാൻ തന്നെയാണ് ശ്രമം. അതിന്റെ ഭാഗമായി തന്നെയാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ദിവ്യയെ കൊണ്ടുവന്നത്. മാത്രമല്ല ദിവ്യയെ അടക്കി നിർത്തിയില്ലെങ്കിൽ CPM-നെ നെഞ്ചു പിളർക്കുന്ന പലതും പുറത്തു വരുമെന്നും ഉറപ്പാണ്. നന്ദി.